അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളെ ചീറ്റ് ചെയ്യാൻ, നമ്മളെ ബിട്രേ ചെയ്യാൻ, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് എനർജി എടുത്തിട്ടുണ്ട്, എനർജി ചെയ്തിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളിൽ നിന്ന് ഇവർ അകന്നതും, നമ്മളെ ഫസ്റ്റ് ബ്ലോക്ക് ചെയ്തതും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയതും, നമ്മളെ ഷൗട്ട് ചെയ്തതും, നീ നിന്റെ കാര്യം നോക്കി പൊയ്ക്കോ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ പറഞ്ഞതും പലപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി എനർജി ട്രിഗർ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ എന്താണ്, ഈ ഹൈ പ്രീസ്റ്റസ് എനർജി, അതായത് ഒരു ഫെമിനിൻ എനർജി ട്രിഗർ ചെയ്തിട്ടാണ് എന്നതാണ് കാണുന്നത്. നമ്മുടെ പേഴ്സൺ ചിലപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടായിരിക്കാം ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നമ്മുടെ പേഴ്സൺ ചുറ്റപ്പെട്ടു പോവുകയും ആ ഒരു ട്രാപ്പിൽ വീണു പോവുകയാണ് ചെയ്തത്. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഫ്രീഡം ആണ്, ഒരു പ്രശ്നവുമില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയാണ്. പക്ഷെ ഓരോ ഈ ഒരു ട്രാപ്പിലേക്ക് പോകുമ്പോഴും, ഓരോ ചുറ്റ് ഈ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചുറ്റുമ്പോഴും നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ പേഴ്സണെ ആയിരുന്നു. ഓരോ നിമിഷവും ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു സം കൈൻഡ് ഓഫ് ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെ നിങ്ങൾ ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഫയർ എനർജി വർക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ ഡിറ്റാച്ച് ആകാൻ വേണ്ടിയിട്ട്. ആൻഡ് യെസ്, കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജീസും ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നിങ്ങളുടെ ഫാമിലി ഇടപെട്ടിട്ടുള്ളതാണെങ്കിൽ കൈവിഷം പോലുള്ള അങ്ങനത്തെ പരിപാടികളും ഈ ഒരു പേഴ്സന്റെ എതിരെ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് ഫിസിക്കലി അട്രാക്റ്റഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസൊണേറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ പ്രൊട്ടക്ഷൻ ധരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെടുക്കാവൂ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന സംശയത്തിലാണ് നിങ്ങൾ തുറന്നിട്ടുള്ളത്. ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് വാട്ടർ സൈനിലുള്ളതോ അല്ലെങ്കിൽ ഫയർ സൈനിലുള്ളതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ജോലി സ്ഥലത്തുള്ള അവരെ മാനേജ് ചെയ്യുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് എന്ന രീതിയിൽ നിങ്ങളെ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു എനർജി കാണുന്നുണ്ട്, നിങ്ങളുടെ മദർ ഇൻ ലോ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്